ഹായ് ഹലോ അസ്സലാമു അലൈക്കും. പിന്നെന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ? ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്കും അതുപോലെ തന്നെ എല്ലാ ലേഡീസ്മാർക്കും വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ. അപ്പോൾ ഈ വീഡിയോയിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുകയെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ സക്സസ് ആവും. അപ്പോൾ എന്തൊക്കെയാണ് ആ കാര്യങ്ങൾ എന്നുള്ളത് നമുക്കൊന്ന് നോക്കിയാലോ. പലരും എന്നോട് പറയാറുണ്ട് വീട്ടിലിരുന്നിട്ട് സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു വരുമാനം ഉണ്ടാക്കാൻ എന്തെങ്കിലും ഒരു മാർഗമുണ്ടോ. അങ്ങനെ ഒരുപാട് പേര് നമുക്കിങ്ങനെ പേഴ്സണലായിട്ട് മെസ്സേജ് ഇട്ടിട്ടും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലൊക്കെ നമ്മളോട് ചോദിക്കാറുണ്ട്. പക്ഷേ എവിടെ തുടങ്ങണം, എങ്ങനെ തുടങ്ങണം, അങ്ങനെ യാതൊരു ഐഡിയയും ഇല്ലാത്ത ആളുകളാണ് ഒരുപാട് പേര്. സത്യത്തിൽ ഈ ഞാനാണെങ്കിൽ പോലും അതെ, എങ്ങനെ സ്റ്റാർട്ട് ചെയ്യും, അത് എവിടുന്ന് തുടങ്ങും, എങ്ങനെ ആരെ സപ്പോർട്ട് ചെയ്യുക, അങ്ങനെയൊക്കെ ചിന്തിച്ചിരിക്കണ ഒരു സമയം എനിക്കും ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ചിന്തിച്ചിരിക്കണ ഒരുപാട് പേരുണ്ടാവും, ഒരുപാട് ലേഡീസ് ആയ ആളുകളുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക, എന്താണ് വീഡിയോസിൽ പറയണത് എന്നുള്ളത് നോക്കുക. അതിനനുസരിച്ചിട്ട് നിങ്ങൾ മുമ്പോട്ട് പോവുകയെന്നുണ്ടെങ്കിൽ ഞാൻ എങ്ങനെയാണോ ഇവിടെ എത്തിയത് അതേപോലെ നിങ്ങളും എത്തും. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണുക കേട്ടോ. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ ഒട്ടും സമയം കളയാതെ ഇപ്പം തന്നെ തുടങ്ങുക. നമുക്ക് സമയം ആയി തുടങ്ങി എന്നുള്ള ഒരു ചിന്ത നമുക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും പെട്ടെന്ന് തന്നെ തുടങ്ങുക. ഒട്ടും സമയം വൈകിട്ടില്ല, ഇന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് അതിനുള്ള ഒരു തുടക്കം നമ്മൾ കുറിക്കുക. അങ്ങനെയാണെങ്കിൽ നാളെ നമുക്ക് നല്ലൊരു വരുമാന മാർഗം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ തയ്യൽ എന്ന് പറയുന്ന ഈ ഒരു സംഭവം ഉണ്ടല്ലോ, അതൊരു ജോലി മാത്രമല്ല, അതൊരു സ്കില്ലാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ ഒരു സ്കില്ല് നമ്മൾ പഠിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലിരുന്നിട്ട് തന്നെ നമുക്കൊരു വരുമാന മാർഗം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിൽ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ എല്ലാവരും അവരുടെ കംഫർട്ട് സോണിൽ തന്നെ അങ്ങനെ ഒതുങ്ങി നിൽക്കുകയാണ്. പുറത്തേക്ക് ആരും അങ്ങോട്ട് ഇറങ്ങണില്ല. പുതുതായി എന്തെങ്കിലും ഉണ്ടാക്കാനോ അല്ലെങ്കിൽ വല്ലതും പരീക്ഷിച്ച് നോക്കാനോ ആരും അങ്ങോട്ട് മെനക്കെട്ട് ഇറങ്ങണില്ല. അതാണ് മെയിൻ പ്രശ്നം. അപ്പം നമുക്കൊരു വളർച്ച ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഈ കംഫർട്ട് സോണിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് വരിക തന്നെ വേണം. എങ്കിലേ നമുക്ക് നമ്മൾ വിചാരിക്കുന്ന രീതിയിലൊരു വളർച്ച നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എനിക്ക് പറ്റില്ല, എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കാതെ എന്നെക്കൊണ്ട് ഇതിന് കഴിയും എന്ന് വിചാരിച്ചിട്ട് ഇതിലേക്ക് ഇറങ്ങിത്തിരിക്കുക. അതാണ് ആദ്യം ചെയ്യേണ്ട ഒരു മെയിൻ പരിപാടി. എനിക്ക് കഴിയും എന്നൊരു ആത്മവിശ്വാസത്തോടു കൂടെ നമ്മൾ ഇതിലേക്ക് പുറപ്പെട്ട് കഴിഞ്ഞാൽ എന്തായാലും നമ്മളെക്കൊണ്ട് കഴിയും. അപ്പം നമുക്ക് ഇതിൽ നിന്ന് ചെറിയ ചെറിയ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കിട്ടാൻ തുടങ്ങുമ്പോൾ നമുക്കൊരു നല്ലൊരു കോൺഫിഡൻസ് അതിൽ നിന്നും കിട്ടും. അതായത് നമ്മൾ തയ്ച്ചിട്ട് നമ്മുടെ കയ്യിലൊരു 10 രൂപ നമുക്ക് കിട്ടുമ്പോൾ ആ ഒരു സന്തോഷം ഉണ്ടല്ലോ, ആ ഒരു നിമിഷത്തെ ആ ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് കാണുമ്പോൾ തന്നെ നമുക്ക് വീണ്ടും ഈ ഒരു ഇതിൽ നിന്ന് നമുക്കിങ്ങനെ മുന്നോട്ട് പോകാനാണ് നമുക്ക് തോന്നുക. അപ്പം അതുകൊണ്ട് നമ്മൾ അങ്ങനെയെല്ലാം മാറ്റി വെച്ചിട്ട് ധൈര്യമായിട്ട് ഇതിലേക്ക് ഇറങ്ങുക. ഞാനും നിങ്ങളെപ്പോലെ തന്നെ ചെറിയ രീതിയിൽ തുടങ്ങിയതാണ്. ഇന്ന് വിചാരിച്ചിട്ട് ഇപ്പോഴും നമ്മൾ വലിയ രീതിയിൽ എത്തിയെന്നല്ല, എന്നാലും കുഴപ്പമില്ലാത്തൊരു രീതിയിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ സപ്പോർട്ടായിട്ട് എൻ്റെ ഈ ഒരു സോഷ്യൽ മീഡിയയിലുള്ള ആളുകൾ തന്നെയാണ്. അല്ലാണ്ട് നമ്മളെ വീടിൻ്റെ അടുത്തുള്ള ആളുകളെ കണ്ടിട്ടോ സ്വന്തക്കാരെ കണ്ടിട്ടോ ബന്ധുക്കാരെ കണ്ടിട്ടോ ഒന്നും നമ്മൾ ഒരു കാര്യത്തിന് ഇറങ്ങരുത്. എവിടെയോ കിടക്കുന്ന ആളുകളൊക്കെയാണ് നമുക്ക് ഒരു സഹായത്തിനായിട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ധൈര്യമായിട്ട് നമ്മൾ പുറത്തേക്ക് വരിക. പുറത്തേക്ക് വന്നിട്ട് ഒന്നുകിൽ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആവുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തനിയെ ഓർഡർ കാര്യങ്ങളൊക്കെ കിട്ടും. പക്ഷെ പെട്ടെന്ന് അങ്ങോട്ട് നമുക്ക് എടുത്ത് ചാടിയിട്ടൊന്നും കിട്ടില്ല. അപ്പോൾ എല്ലാവരും ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കും. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് എന്ത് ഡൗട്ട് സംശയങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനത് ക്ലിയർ ചെയ്ത് തരാം. അതുപോലെ ഇന്ന് തയ്യൽ പഠിക്കുന്നവർക്കും പഠിപ്പിക്കുന്നവർക്കും ഒരുപാട് അവസരങ്ങളുണ്ട്. ഒരു മെഷീനും അതുപോലെ തന്നെ കുറച്ച് സമയവും ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് വീട്ടിൽ നല്ലൊരു വരുമാന മാർഗം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുകൊണ്ട് എനിക്ക് പറ്റില്ല, എന്നെക്കൊണ്ട് കഴിയില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കാണ്ട് ധൈര്യമായിട്ട് മുന്നോട്ട് വരിക.
ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. എന്തിനും ഏതിനും സപ്പോർട്ടായിട്ട് നിങ്ങളുടെ ഈ സനാസ് വേൾഡ് കൂടെയുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ നമ്മുടെ ചാനലിൻ്റെ ലിങ്ക് അയച്ചു കൊടുക്കുക. അപ്പോൾ ഓക്കെ, ബൈ.